എൻ്റെ വിഷമം എൻ്റെ കൂട്ടുകാരനോട് പറയാൻ പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഹൻസാജെ, ഞാൻ വലിയൊരു തോൽവിയാന്ന് തോന്നടാ. ഇപ്പൊ ആശ്വസിപ്പിക്കുമായിരിക്കും. തോന്നലല്ല അളിയ, കുറെ നാളായിട്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുക. നീ ശരിക്കും ഒരു തോൽവിയാ. എൻ്റെ പ്രതീക്ഷ അവൻ തെറ്റിച്ചു. എന്റെ വീട്ടുകാരെങ്ങനെ സഹിക്കുന്നു? എന്റെ മോമല്ലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. വൈഷ്ണവേ, ഇവ ഒരു തോൽവിയാന്ന്. സത്യം വലിയൊരു തോൽവിയാ. അടുത്തത് ഇനി ഇവന്റെയും കൊണ്ട് ഒരു കുറവേ ഉള്ളായിരുന്നു. എന്ത് നാണക്കേടാ. ഈ ഇരിപ്പിനങ്ങ് മേലോട്ട് പോയാ മതി. പണ്ടെന്റെ അമ്മ പറയായിരുന്നു ഞാനൊരു പൊട്ടനാന്ന്. പണ്ടല്ല, ഇപ്പോഴും നീ പൊട്ടനാ. എന്തൊരാശ്വാസം. സത്യം എനിക്കിങ്ങനെ ഒരു മോനായിരുന്നെങ്കിൽ അല്ലല്ല എനിക്കിങ്ങനെ ഒരു പൊട്ടനായിട്ടൊരു മോൻ ജനിക്കൂല. അതിന് എനിക്ക് പെണ്ണുണ്ടോ? വാവു, അണ്ണാക്കിൽ നിന്ന് അന്നനാളത്തിലേക്ക്. അവനോട് ഒരെണ്ണം കൊടു. എവിടോ നല്ല കോഴിയുടെ മണ്ണ്. ഇവനിവിടെ ഇരിപ്പുണ്ടല്ല. ആ ഊക്കിന്റെ ഗതി ഇങ്ങോട്ടാണല്ലോ. വഴിതെറ്റിച്ചൂടാ. ആ വെള്ളത്തിൽ പോകുന്നതിന് എത്ര രൂപയെന്നറിയാം? അത് പോയി നോക്ക്, അപ്പൊ അറിയാം. നാളെ കനത്ത മഴയായിരിക്കും. എന്റെ രക്ഷകനെത്തി. അപ്പം മറ്റന്നാ മെലിഞ്ഞതായിരിക്കും. ആ ബോട്ട് കയറ്റി അങ്ങ് വിട്ടാ മതിയായിരുന്നു. സത്യം. പണ്ടാരോ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു തോൽവിയാൻ തോന്നുമ്പോൾ നമ്മുടെ കൂട്ടുകാരോട് പോയിരിക്കുക. കാരണം അവർ നമ്മളെയും കാട്ടി വലിയ തോൽവികളായിരിക്കും.